ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചൈനയിലേക്കുള്ള ചെറിയൊരു ട്രിപ്പിൻ്റെ കുറച്ച് വ്ളോഗുകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ ട്രിപ്പിൽ ഞാൻ മാത്രമല്ല, പാർട്ണർ കൂടെ ആയിട്ടുള്ള ഫൈസൽ കണ്ട് കൂടെ. സോ ഞങ്ങൾ മൊത്തത്തിൽ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻറ്റൺ ഫെയർ തന്നെയാണ്. സോ ക്യാൻറ്റൺ ഫെയറും ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. സോ അവിടെ ഒരു 10 to 20 days മാക്സിമം സ്പെൻഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിനനുസരിച്ച് മേ ബി അങ്ങോട്ടൊക്കെ പ്ലാൻ മാറാനുള്ള ചാൻസസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലോഞ്ച് കിട്ടാത്തതുകൊണ്ട് എന്നെ മുസ്തിനെയാണ് ഇപ്രാവശ്യം ലോഞ്ച് കൊണ്ടുവന്നിട്ട് ഞാൻ പകരം വിട്ടിരിക്കുന്നു. ഗൈസ്, ഇതിലുള്ള എന്തും നിങ്ങൾക്ക് എന്തും കഴിക്കാം. ബാറ് കയറാം അന്നാ വേണ്ട. തൽക്കാലം കൂൾ ബാർ, ഇവിടെയുള്ള എല്ലാ ഫുഡുകളും എന്ത് വേണമെങ്കിലും കഴിക്കാം, അൺലിമിറ്റഡ്. ഈ ഭൂമിക്ക് താഴെയുള്ള എന്തും നമുക്ക് കഴിക്കാറുണ്ട്. നമ്മളെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞു. നമ്മൾ നേരെ ഇനി ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. സോ എവിടെ ചെന്നാലും ഫൈസൽക്കൊക്കെ കമ്പനിക്കാരുണ്ടാവും. ബാക്കിലതാ ഏതോ ടീമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ചൈനയിലെത്തിയിട്ട് അവിടെയുള്ള വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗോ. ഈ എയർപോർട്ടിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിന് എത്തുന്നതിൻ്റെ ഞങ്ങളുടെ അഭിപ്രായം, കുറേ പ്രാവശ്യം ഇങ്ങനെ ബെൽറ്റ് ഉരിച്ചലും എന്താ നിങ്ങളെ അഭിപ്രായം പറയും. ബാക്കിയുള്ള ആൾക്കാർ കമന്റ് ചെയ്യും, നിങ്ങളെ അഭിപ്രായം പറയും. ഇവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം മാറ്റണം തോന്നുന്നത് എന്താണ് നിങ്ങൾക്ക്? എയർപോർട്ടിന് എയർപോർട്ടിന് മാറ്റണോ? ഇത് പ്രൈവറ്റ് ടീമിന് കൊടുക്കണം എന്നുള്ളൊരിതുണ്ടോ? അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക്? എയർപോർട്ട് കംപ്ലീറ്റ്ലി എല്ലാ പ്രശ്നം തീരുങ്ങളെ. പ്രതീക്ഷിക്കാതെ ഫുഡ് തായ് എയർലൈൻസ് ഫുഡ് കിട്ടിയ സന്തോഷത്തിലാണ് ഫ്ലൈറ്റ്. ഞാൻ നോൺ വെജാണ്, സോറി ഞാൻ വെജാണ്. ഗുഡ്. സ്റ്റാർട്ടായിട്ട് നമുക്ക് വേറെ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ആൽമണ്ടൊക്കെ ഗുഡ്. സർപ്രൈസ്ഡ്. ആ ചോറിന് ഫിഷ് കറി ഉണ്ടാവും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ആള് നിങ്ങളെന്താ മെയിനായിട്ടുള്ള വിചാരിച്ചു? ചോക്ലേറ്റോ, പ്രീമിയം ചോക്ലേറ്റോ? അപ്പുറത്തെ ആൾക്ക് കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് ലോഡ് ഫൈസൽ, അതാണ് നിങ്ങളുടെ പേര്. റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിലേക്ക് റൈസ് പറ്റാതെ കൺഫ്യൂട്ടിലേക്കും ഡെസേർട്ടിലേക്കും തന്നെ ആദ്യം കൈ എടുത്ത് വെച്ചുകൊണ്ട് ലോഡ് ജി എല്ലാ ടെസ്റ്റിങ്ങുകളും ഇവിടെ നടക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടാണ് ആദ്യം തന്നെ ഫൈസൽ ജി ടേസ്റ്റ് ചെയ്യണത്. അതൊക്കെ പറ്റിയിട്ടില്ല. തായ് മസാലയിലുള്ള തായ് ഫിഷ് ഫൈസൽ ജി ലോഡ് ഫൈസൽ ജി ടേസ്റ്റ് ചെയ്യാൻ പോകും. തള്ളിയിടുന്നല്ല കൈ പീസ് എടുത്തോളി, പ്രശ്നമില്ല. മസാല ഓണായതുകൊണ്ട് മാത്രമാണ് ഫുള്ള് തന്നിരിക്കുന്നത്. നല്ല തുപ്പി പാനി ഒത്തൻറ്റിക് തായ് മസാല, തായ് ഫിഷ് വിത്ത് റൈസാണ്. അങ്ങനെയുണ്ട് ഫൈസൽ, എന്ത് ടേസ്റ്റാ? ദമ്മായോണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ശരിക്കും? എങ്ങനെയുണ്ട്? എന്താ ടേസ്റ്റ് കിട്ടിയ? ടേസ്റ്റ് എന്താ കിട്ടിയ? വന്നപ്പോൾ തന്നെ പറഞ്ഞു ഒന്ന് ഇന്ത്യനും അതേപോലെ ഒന്ന് തായ്ലൻഡുമാണ്. തായ്ലൻഡ് ചേരണോ? ടേസ്റ്റ് ഇതൊന്നും നല്ല കൈസ്. കട്ട് ഫ്രൂട്ടാണ് കൂട്ടത്തിൽ ഏറ്റവും പറ്റിയ ലോഡ്. ഇപ്പം നെറ്റില്ലാത്ത ഫോണിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യണ്ടായിരുന്നു ചൈനയിൽ ഏറ്റവും കൂടുതലുള്ള ഫ്രൂട്ട്സ് ഏതാണുള്ളത്. തായ് മസാലയിലുള്ള ഫിഷിന്റെ അത് കഴിച്ചു പോത്തിന് തീരുമാനം എടുത്തു. ചൈനയിൽ നിന്ന് ഇനി ഒന്നും കഴിക്കുന്നില്ല, അത്രയും ടേസ്റ്റ്. കുപ്പിമരുന്നിന്റെ ടേസ്റ്റുള്ള സാധനം കുടിക്കൂലാണ്.
സവട്ടിക്കാരൻ എന്താ പറയണ്ടേ തിരിച്ച് ഗൈസ് അങ്ങനെ ഫൈസൽ തായ്ലാൻഡിലെത്തിയിരിക്കുകയാണ്, ബാങ്കോക്ക്. കളി മാറി, ടീം ഇവിടുന്ന് പുതിയ ടീം സെറ്റാണ്. ക്യാപ്റ്റൻ ഫൈസൽക്കിനൊപ്പം കഴിഞ്ഞ ദുബായ് ട്രിപ്പിന് ക്രെഡിറ്റ് കാർഡിന് തന്നെ പുച്ഛിച്ച ആളെ ഞാൻ പ്രയോറിറ്റി പാസ് വെച്ചിട്ട് ഗൈസ് കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഗസ്റ്റ്, ബി മൈ ഗസ്റ്റ് മാൻ. നടക്ക എങ്ങോട്ടും ഇത് നിങ്ങളുടെയാണ്. അവിടുന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ഉള്ളൊക്കെ നിങ്ങളുടെയാണ്. നല്ല ചാർജിങ് പോയിന്റുള്ള സ്ഥലം നോക്കിയിരിക്കുക, ഫുഡ് അപ്പോഴെപ്പോഴും വാങ്ങി കഴിക്കുക. 2-3 മണിക്കൂറുണ്ട് ഇവിടെ. സോ ഗോ ഹെഡ്, ദിസ് ഇസ് യുവർ പ്ലേസ് മാൻ. പറഞ്ഞേ പ്രൈവറ്റ് പാസിനൊരു വാല്യൂ ഉണ്ടോ? ഉള്ള തന്നെ സമ്മതിച്ചോ? ദുബായിൽ നിന്ന് ഇതാണ് നമുക്ക് മിസ്സായത്. ഞാൻ പ്രയോറിറ്റി പാസ് എടുക്കാത്തതുകൊണ്ട് മാത്രം മിസ്സായ സാധനം. നമ്മൾ ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയായിരുന്നു. പക്ഷേ ഒറ്റ ഫുഡും ലൈക്ക് ബ്രെഡ് ഈ സാധനങ്ങളൊക്കെ അല്ലാതെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ ഒന്നും നമുക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വർക്ക് ആവാത്തതുകൊണ്ട് അതൊന്നും വല്ല എടുത്തില്ല. പിന്നെ ഇവിടെ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട 2 ക്യൂട്ട് സാധനങ്ങളാണ്. ഒന്ന് ബ്രെഡിൻ്റെ ടോസ്റ്ററും അതേപോലെ തന്നെ ഒരു ഓവനും. സോ എന്താ ഞങ്ങൾ ഫുഡ് എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങുകയാണ്. ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റുമായി ഫൈസൽ പഞ്ചിയാൻ. ഗൈസ് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമായിരുന്നു ഈ യാത്രയിൽ, ബാങ്കോക്കിൽ നിന്ന് നേരെ ക്വാങ്ഷോയിലേക്കുള്ള ഫ്ലൈറ്റ്. ഒരു വലിയ ഫ്ലൈറ്റ്, എല്ലാവർക്കും സ്ക്രീനൊക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു ക്ലാസ് സാധനമായിരുന്നു ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. ആൾ ദസവട്ടിക്ക പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അങ്ങനെ ചൈനയിലെത്തിയിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഏകദേശം 4.5 മണിക്കൂർ ഫ്ലൈറ്റും അതേപോലെ ഒരു 4 hours ലേ ഓവർ നമുക്ക് തായ്ലാൻഡിൽ ബാങ്കോക്കിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ബാങ്കോക്കിൽ നിന്ന് ഗോങ്ഷോയിലേക്ക് 2.5 hours ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ഫ്ലൈറ്റിൽ ഞാൻ നന്നായിട്ട് ഇറങ്ങി ഫൈസൽക്ക ഏതോ പടം കണ്ടു തിരികെയായിരുന്നു. സോ ഇപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇനി ഇവിടുത്തെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ക്ലിയർ ചെയ്തിട്ട് പുറത്തെത്തിക്കുക. ഓക്കെ. Your name. What's your name? നമുക്കിവിടെ ചൈനയിൽ ഫസ്റ്റ് ഫ്രണ്ട് ആയിട്ടുണ്ട്. തുള്ളും ഷിബിലി ഫൈസൽ. ഇന്ദു. യെസ് ഇന്ത്യ അറിയാന്നോട്ടോ ചോദിച്ചേ ഗൈസ്, ഇന്ത്യനെ അറിയോന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ റൂമിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഏകദേശം ഇവിടുത്തെ ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ലൈക്ക് നാട്ടിലെ ഏകദേശം ഒരു 2.5 മണിക്കൂർ മുന്നിലായിരിക്കും. അപ്പോൾ നാട്ടിലൊരു 2:30 ആവുന്ന സമയത്ത് നമ്മളിവിടെ റൂമിലെത്തിയിട്ടുണ്ട്. ലൈക്ക് നമ്മളൊരു എന്തിനാ ചെങ്ങൻ്റെ പേര് ഒരു ചെങ്ങാനൊക്കെ പരിചയപ്പെട്ടു. ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എനിക്ക് പേഴ്സണലി എത്തിയപ്പോൾ സമയത്ത് തന്നെ തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ലാംഗ്വേജ് തീരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവരുടെ ഒന്നെങ്കിൽ അവരുടെ ആ ഒരു ട്രാൻസ്ലേറ്റർ ആപ്പിൽ ഇട്ടാണ്ട് തന്നെ ഇതാക്കണം. ഇന്തോനേഷ്യയിലൊക്കെ പോയ സമയത്ത് കുറച്ച് ആൾക്കാരെങ്കിലും നമുക്ക് അവിടെ എന്തുണ്ടായിന് കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടി സ്മൂത്തായിട്ട് നടക്കുന്നത്. നമ്മൾ ഇവിടെ എടുത്ത് തന്നെയുള്ള നമ്മൾ കാൻഡൻ ഫെയറിനാണ് ഇവിടേക്ക് വന്നതെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാൻഡൻ ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു വേൾഡിൽ തന്നെ ഏറ്റവും വലിയൊരു ഫെയറാണ്. ലൈക്ക് കുറേ വെൻഡേഴ്സ് വന്നിട്ട് അവരുടെ പ്രൊഡക്ട്സ് എക്സിബിറ്റ് ചെയ്യുന്നു. അത് ബയേഴ്സായിട്ട് വേറെ കുറേ ആൾക്കാർ വരുന്നു. പല രാജ്യങ്ങളിലേക്കും പല രാജ്യത്തിലുള്ള ട്രേഡേഴ്സിനെയും അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വലിയ ഇവൻ്റാണ്, വർഷങ്ങളായിട്ട് നടക്കുന്ന ഇവൻ്റാണ്. സോ അതിന് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മാജിക് ലാമ്പിൻ്റെ ടോയ്സും അതേപോലെ മാജിക് ലാമ്പിലേക്ക് വേണ്ടിയിട്ട് കുറേ എസെൻഷ്യൽ പ്രോഡക്റ്റ്സ് ഉണ്ട്. അത് ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ആ ഒരു യൂണിക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോ മാജിക് ലാമ്പിൻ്റെ ആവശ്യത്തിനും അതേപോലെ വേറെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സോ നമ്മൾ കാൻഡൻ ഫെയറിൻ്റെ അടുത്ത് തന്നെയുള്ള വാക്കിംഗ് ഡിസ്റ്റൻസിലുള്ളൊരു ഹോട്ടലിലാണ് ഇവിടെ റൂം എടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ എത്തിയത് ഏകദേശം ഒരു 12 hour, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 hour ട്രാവൽ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ക്ഷീണങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒന്ന് കുളിച്ച് മാറ്റി ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് നൈറ്റ് ലൈഫ് എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ രാത്രി ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് നാളെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി കറങ്ങി കണ്ടിട്ട് 1 തൊട്ട് 5 വരെയാണ് നമുക്ക് കാൻഡൻ ഫെയർ ഉള്ളത്. അപ്പോൾ ഈ കാൻഡൻ ഫെയറിൽ നമ്മുടെ കാറ്റഗറിയിൽ ഹൈ ഫോക്കസ് കൊടുത്തിട്ട് വെൻഡേഴ്സിന് ഓൺ ബോർഡ് ചെയ്യുന്നതും അതേപോലെ വെൻഡേഴ്സുമായിട്ട് ഡീൽ സംസാരിക്കുന്നൊക്കെ കാര്യങ്ങളാണ് ഇനി നമുക്ക് അടുത്തൊരു 4-5 ദിവസം പ്ലാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചൈന ഒരു ചെറിയൊരു ടൂർ അടിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞൊരു 15 ദിവസത്തിൽ ഒക്കെയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് റിട്ടേൺ, കാരണം അവിടുത്തെയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്.
അടുത്തായി ഫൈസൽ പാടുന്നു 24对 വാട്ടർ 2我的加啊24加一个 3 ഓക്കെ 想不这么多朋友 ഓക്കെ 放心啦我们好人呐不会忽悠你 അത് നിങ്ങൾ പറഞ്ഞത് ശരി 老老实实的人 ഇത് നാലുള്ളൂ വെള്ളത്തിന് പൈസ തരില്ലേ哟他妈的有钱人呢这他妈有钱人你看我们这个 24 നമ്മളെ സ്വന്തം ആളാണ് എല്ലാരും ഈ ഷോപ്പ് വരിക എന്താ പേര് വെച്ചിരുത് 看一下朋友别掉了ബിത്യോല 70 73 27 പറഞ്ഞേ 24 പറഞ്ഞുണ്ട് അത് എക്സ്ട്രാ എടുത്തിട്ടുണ്ടോ 24加3ആ你那个3 24 ഉണ്ട് മാംഗോ നോ ആൻറ്റി芒果藤圆 നോ ആൻറ്റി 没 ആ ഓക്കെ പേര് ലിൻസിങ് ഹ്വാങ് ഹോട്ടൽ ഗൈസ് ഫുഡ് ഇവിടെ ഒരു ടാസ്ക്കാണ് രാത്രി ഇതാ നീച്ചിട്ട് ഫ്രൂട്ട്സ് വാങ്ങി അത് തിന്നുകൊണ്ട് കാണും നാട്ടിൽ 11:30 ഇവിടെ എത്രയും ഇവിടെ 2.5 മണിക്കൂർ മുമ്പിലാണ് ഉണ്ടാവുക അപ്പോൾ ഏകദേശം 1:45 ഒക്കെ ആയിട്ടുണ്ടാവും ഫുഡ് ഇവിടെ ഒരു ടാസ്ക്കാണ് ഗൈസ് ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേയിൽ ഇതാ ഇനി പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ് നാട്ടിലെ 10:30 ആയിട്ടുണ്ട് നമ്മൾ സ്ലീപ്പ് സൈക്കിളൊന്നും അത് സെറ്റ് ആയിട്ടില്ല അപ്പം ഇവിടെ ഏകദേശം 1 മണിയായി സോ 2.5 hour ഡിസ്റ്റൻസ് ആണ് ഉള്ളത് ശരിക്കും അപ്പം നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് ഫുഡൊക്കെ കോമഡിയാണ് ഞങ്ങൾ കുറച്ച് കരക്കാ പരിപാടീസൊക്കെ വാങ്ങി പോകുന്നതിന് കാരണം ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഒരു വിഷയമാണ് ഹലാൽ ഫുഡ് കിട്ടാൻ പണിയാണ് പിന്നെ ഇപ്പം ഈ സാധനങ്ങളൊന്നും നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല ആ വഴിക്ക് പോകില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക്കിയാണ് ചിലപ്പോൾ എല്ലായിടത്തും അതിൻ്റെ മീറ്റ് യൂസ് ചെയ്തൊന്നും വരില്ല പക്ഷെ പല രീതിയിൽ അതിൻ്റെ റെസിപ്പീസ് അത് വരുന്ന രീതിയിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ റിസ്ക്കാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്തൊക്കെയാണ് വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊക്കെയാണ് ബേക്കറീസും അതേപോലെ കുറച്ച് ബിസ്ക്കറ്റ്സും പിന്നെ സ്നിക്കേഴ്സാണ് മെയിൻ സ്നിക്കേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നൊക്കെയാണ് കാരക്കൊക്കെ തിന്നിങ്ങനെ ഇതാണ് ഇനി നല്ല ഹോട്ടൽ കിട്ടുമ്പോഴാണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുക സോ ഞങ്ങൾ ഫസ്റ്റ് ഡേ പുറത്തിറങ്ങാണ് മാർക്കറ്റിലേക്കൊന്ന് വിസിറ്റ് ചെയ്യണം നാളെയാണ് ക്യാൻറ്റൺ ഫെയർ സ്റ്റാർട്ട് ചെയ്യുക ഇന്ന് നമ്മളിവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ മൊത്തത്തിലൊന്ന് റോം ചെയ്യാമെന്ന് വിചാരിച്ചു സോ ബാക്കി വീഡിയോക്ക് നമ്മളവിടെ ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് കാണാം ഗൈസ് റൂം ക്ലീൻ ആക്കാൻ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് വരുന്നതിൻ്റെ മുമ്പ് തന്നെ മൊത്തം ക്ലീൻ ആക്കണം എന്ന് പറഞ്ഞിട്ട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന ലോഡ് ജി ആണ് ആണോ എല്ലാ വീഡിയോന്റെ സ്റ്റാർട്ടിങ് മുമ്പിൽ പറയാം ഇത് വീഡിയോ എടുക്കരുത് എന്നുള്ളതാണ് ഏതായാലും റൂം ഇങ്ങനെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് സ്റ്റാഫ് വരുമ്പോൾ ചമ്മി പോകും കാരണം ആ മൊത്തം ക്ലീൻ ചെയ്തിട്ടാണ് വൈസൽജി വന്ന് ഇറങ്ങുന്നത് റൂമിൽ നിന്ന് നേരെ ഞങ്ങളെ എടുത്തിട്ടുള്ള മൊബൈൽ മാർക്കറ്റിലേക്കും അതേപോലെ കുറച്ച് ചെറിയ ചെറിയ മാർക്കറ്റ്സ് ഉണ്ട് അവിടേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയി ഐസോണിനി കത്ത് ഗൈസ് ഔച്ചുകളുടെ കലവറ നമ്മളെ കയ്യിൽ ഗിംബിലൊക്കെ പാടെ കണ്ടപ്പം എന്തോ വലിയ യൂട്യൂബറാണെന്ന് വിചാരിച്ചിട്ട് അതാ ഒരു സ്വന്തം ഷോപ്പിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു ചേച്ചി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൽ പ്രൊഡക്റ്റൊക്കെ Yes, it's one of my factory. Yes. You need many and for you together come my factory no problem. Oh, sure. Yeah, you come. Like this one is very good. Yes. നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ് ഐസോണിലെ പൗച്ചുകൾ ഇനി കത്തൂലേ ഐസോണിലെ പൗച്ചുകൾ വെരി ന്യൂ മോഡൽസ് ആയി പക്ഷെ ഇതിനൊക്കെ കോമഡി എന്ന് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ നാട്ടിൽ വെക്കുന്നുള്ളത് ആലോചിക്കുന്നത് ഇതൊക്കെ ലേറ്റസ്റ്റ് മോഡലാണ് ഇവിടെ തന്നെ നമുക്ക് 400 500 റേറ്റ് വരുന്നുണ്ട് ഇങ്ങനെ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് വരുമ്പോൾ എന്തായാലും ഒരു 600 എടുത്ത് വരും പിന്നെ നാട്ടിലെങ്ങനെ കൊടുക്കും നല്ല മോഡൽസ് ഉണ്ട് ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മാത്രമായിട്ട് കണ്ടുകൊണ്ടിരുന്ന സാധനം ഇത് പക്ഷേ നമുക്ക് ഇവിടെ തന്നെ 1200 rupees ഇന്ത്യൻ രൂപ പിന്നെ എക്സ്പോർട്ടിങ് ചാർജ് വേറെ സോ ബൈ Okay, bye. Our logo. Okay.
എന്താ അറിയില്ല എന്താ ഞങ്ങൾ അവിടെ മെട്രോയിലേക്ക് കയറിയാണ്. ഇവിടെ നമുക്ക് പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട്, ബാസിൽ ഫ്രം മലപ്പുറം. മന്തിക്കുട്ടനാണ് ആള്. അപ്പം ഇവിടെ മന്തി കഴിക്കാനും കുറച്ച് മാർക്കറ്റും ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെട്രോ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ് ഗൈസ്, അങ്ങനെ ചൈനയിൽ പോയിട്ട് ഞങ്ങള് മന്തി തപ്പി പോവാണ്. മന്തിക്കുട്ടൻ ഇതൊക്കെ എന്തോ ലൈവായിട്ട് കൊടുക്കണം, എന്തൊക്കെ സാധനങ്ങളാണ് ഗൈസ്, എന്തൊക്കെയുണ്ട് ഇവിടെ. ഹൈ വൃത്തിയായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഓടുന്നു. ഒരു ഇങ്ങനത്തെയൊക്കെ ഈ സ്ട്രീറ്റിൻ്റെ ഉള്ളിലൊക്കെ മരങ്ങളില്ലേ. ജിമ്മ് ഗൈസ്, അവിടെ വയസ്സായൊരു കാക്കിയാണല്ലേ ഹൈ പേസിലുള്ള ജിമ്മ് ഗൈസ്. ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു ന്യൂസ് കിട്ടിയത് എന്തൊരു കഷ്ടനാളി ആള് പോയിട്ട് വരാ. ഇവിടെ എല്ലാവരും ഓരോ വണ്ടി ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഒച്ചപ്പാണ്ടാക്കേണ്ട ഒരു വണ്ടി. അപ്പം ഇവിടുത്തെ മന്തി ഏറ്റവും ടേസ്റ്റുള്ള നാട്ടിലത്തെ മന്തിൻ്റെ മാതിരിയുള്ള മന്തിയാണെന്ന് കേട്ട് അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഓടുകയാണ്. മെട്രോ പോലും എടുക്കില്ല, നേരം ഓടി മന്തി കഴിക്കാൻ പോവുക. ഞങ്ങളിതാ മന്തി മാർക്കറ്റ് ലക്ഷ്യം വെച്ചാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയാ എന്തൊക്കെയോ ഉണക്കിയ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്, എന്താണോ. പിന്നെ ഇവിടെ 6 മണിയാകുമ്പോഴത്തേനും ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ്സ് ഒക്കെ ക്ലോസ് ആവും. ഇനി നമുക്ക് ക്യാൻറ്റൺ ഫെയർ നാളെ സ്റ്റാർട്ട് ചെയ്യും. അത് പിന്നെ കുറച്ച് സമയം ഉണ്ടാവും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. സോ വേറെ വിഷയമുള്ളതാണ്, ഈ ആൾക്കാരൊക്കെ ഇതിലങ്ങനെ പായുണ്ടാവും ബൈക്കുമായിട്ട് നടക്കുന്ന സ്ഥലത്ത് കൂടെ. നമ്മുടെ നാട്ടിലാണ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ വിഷയമല്ല. സോ എല്ലാം കണ്ട് മനസ്സിലാക്കുന്ന ലോഡ്. നിങ്ങൾ കണ്ടാ മതി, നിങ്ങൾ കണ്ടാ തന്നെ ഞാൻ കണ്ട വരുന്നത്. ഇതാണ് ടിക്കറ്റ്. നമ്മളിങ്ങനെ മൂവ് ചെയ്യാണ്. നല്ല തിരക്കാണ്. അങ്ങനെ നമ്മള് മന്തി കഴിക്കാൻ എത്തിയിരിക്കുന്നു. സൂപ്പർ ടേസ്റ്റാണ് മന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് റിവ്യൂ നോക്കാം. ബാസിന്റെ അഭിപ്രായമാണ്. ഓനും ചെറിയ പേടിയായി തുടങ്ങിയപ്പോ എവിടെ പോയാലും മന്തി ഗൈസ്. മന്തി നമ്മളൊരു നാഷണൽ ഭക്ഷണമാക്കണം എന്നുള്ളതാണ് അഭിപ്രായം. ഇത് കാണുന്ന മന്തിക്കുട്ടൻ ഷാബാസ് കമന്റ് ചെയ്യാ. ആ മന്തിക്കുട്ടൻ അത്തോളിയും. No. This my will. Say my will. ഓക്കെ, അങ്ങനെതാ നെഗോഷിയേറ്റ് ചെയ്തതാ 110 രൂപ കൊടുത്തിരിക്കുന്നു. 120. നോട്ട് വാക്കിംഗ്. നാപ്പത് ചെറുപ്പിക്ക അതിലെ നടക്കുക. 150 പറഞ്ഞ്. ഓക്കെ എത്തട്ടാ. Yes, we got negotiation. Good negotiation. അപ്പം ഇന്നത്തെ ഡേ മൊത്തത്തിൽ കുറച്ച് മാർക്കറ്റുകളൊക്കെ ഒന്ന് കറങ്ങി. ടോയ് മാർക്കറ്റും അതേപോലെ വാച്ച് മാർക്കറ്റൊക്കെ വെറുതെ പോയതാണ്. അപ്പം ഒന്ന് കറങ്ങി ഇങ്ങനെ കണ്ട് മുന്നിലേക്ക് ഇപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട്. കുറച്ച് ടയർഡാണ്, കാരണം ഇവിടെ കാൽവണ്ടിയാണല്ലോ കൂടുതലായിട്ട്. പിന്നെ ഊബർ പോലത്തെ സാധനങ്ങളുണ്ട്, 1-2 പ്രാവശ്യമൊക്കെ എടുത്ത്. പിന്നെ മെട്രോയിലും ആയിരുന്നു കൂടുതലായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം റൂമിലെത്തിയിട്ട് ഇങ്ങനെ കിടന്ന് സെറ്റാക്കാനുള്ള പരിപാടിയാണ്. ഫുഡൊക്കെ നമ്മൾ നേരത്തെ കഴിച്ചു. ആൻഡ് ഇന്നൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ബാസിൽ, മലപ്പുറത്തുള്ളതാണ്. ആൾ നമുക്ക് തട്ടിത്തറഞ്ഞ് കിട്ടിയാണ്. പക്ഷേ ഇനി ചിലപ്പോൾ നമ്മൾ കൂടെ ഉണ്ടാവും. ക്യാൻറ്റൺ ഫെയറിനൊക്കെ നാളെ എന്തായാലും ഒരുമിച്ചുണ്ടാവും. അപ്പം നാളെ ഒരു 9:30-10 മണിയാകുമ്പോൾ ക്യാൻറ്റൺ ഫെയർ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നേരത്തെ കിടക്കേണ്ടതുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. അതിൻ്റെ ഇടയിൽ അവിടെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, മൂപ്പരെ കാണുന്ന എല്ലാ ഭാഗങ്ങളും വ്ളോഗിൽ നിന്നും ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ വ്ളോഗ് തന്നെ ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് അതിന് നമ്മൾ നിൽക്കുന്നില്ല. തൽക്കാലം നാളെ ലോർഡ് ഫൈസൽ ജിയെ നമുക്ക് കാണാം.